73 സങ്കീർത്തനത്തിലൂടെ ആസാഫ് തൻ്റെ ഒരു ആഗ്രഹം പറയുന്നത്, "Whom I have in heaven but you, and earth has nothing I desire besides you." നീ അല്ലാതെ സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. കൂടെ നിൽക്കുവാൻ, കൂട്ടുകൂടാൻ, കൂടെ നിന്ന് പറയാൻ ആരെങ്കിലും നമ്മോടൊപ്പം ഉള്ളത് ആശ്വാസവും ആനന്ദകരവും അത്രേ. അതേസമയം ആരുമില്ലാത്ത അവസ്ഥ അതിഭീകരവുമായിരിക്കും. ഇവിടെ ആസാഫ് ആദ്യം സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. അവിടെ കണ്ടത് ദൈവത്തെയാണ്. ഈ ലോകം വിട്ട് പരലോകത്തിലെത്തുമ്പോൾ ഇരു കൈകളും നീട്ടി തന്നെ സ്വീകരിക്കുവാൻ നിൽക്കുന്ന ദൈവത്തെ ആസാഫ് കാണുകയാണ്. ആ ദൈവത്തോടൊപ്പം നിത്യയുഗം സ്വർഗത്തിൽ വസിക്കുവാൻ പോകുകയാണല്ലോ എന്ന പ്രത്യാശ നിശ്ചയമായും ആസാഫിനെ ആനന്ദഭരിതനാക്കി കാണും. സ്വർഗത്തിൽ താൻ കണ്ട അതേ ദൈവം തന്നോടൊപ്പം ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം കൂടെ ഉണ്ടായിരിക്കുവാൻ ആസാഫ് ആഗ്രഹിക്കുകയാണ്. നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആസാഫിൻ്റെ മനസ്സിൽ ദൈവമല്ലാതെ മറ്റാരും തന്നെ പ്രധാനമായി നിൽക്കുന്നില്ല. ഭൂമിയിൽ ഇപ്പോൾ ആയിരിക്കുന്ന നാമും ദൈവത്തെ ആഗ്രഹിക്കണം. നാം അത് ചെയ്യുന്നുണ്ടാകാം. എന്നാൽ നമുക്ക് പറയുവാൻ കഴിയുമോ, ദൈവമേ, നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന്? പല ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വയ്ക്കാവുന്ന ഒന്നല്ല ദൈവത്തെ. നമ്മുടെ ജീവിതത്തിലെ ഡീപ്പസ്റ്റ് ആൻഡ് പ്രൈം ഡിസയർ, ആഴത്തിലുള്ളതും മുഖ്യമായതുമായ ആഗ്രഹം ദൈവം മാത്രമായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ മറ്റെല്ലാ പ്രാധാന്യതകളെയും ബലിയർപ്പിക്കുന്ന പക്ഷം മാത്രമേ ദൈവത്തെ നമ്മുടെ പരമമായ ആഗ്രഹമായി വയ്ക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവം നല്ലവനെന്ന് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നാം രുചിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അവിടുന്ന് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയോ കൈവിടുകയോ ചെയ്യുകയില്ലെന്ന് നമുക്ക് നന്നായി അറിയാം. പിന്നെ നാം എന്തിന് മറ്റ് പലതും മുഖ്യ ആഗ്രഹമായി ജീവിതത്തിൽ കൊണ്ട് നടക്കണം? ഡിയർ ഫ്രണ്ട്സ്, സെയിൻറ്റ് അഗസ്റ്റിൻ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാം. ലോർഡ്, bring to me a sweetness surpassing all the seductive delights that I once pursued. Enable me to love you with all my strength, that I may clasp your hand with all my heart. You, Lord, are my King and my God. കർത്താവേ, ഞാൻ ഒരിക്കൽ പിന്തുടർന്ന എല്ലാ മോഹിപ്പിക്കുന്ന ആനന്ദങ്ങളെയും മറികടക്കുന്ന ഒരു മാധുര്യം എന്നിലേക്ക് കൊണ്ടുവരിക. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ കരം കോർക്കേണ്ടതിന് പൂർണ്ണ ശക്തിയോടെ അങ്ങയെ സ്നേഹിക്കാൻ എന്നെ പ്രാപ്തനാക്കണമേ. കർത്താവേ, നീ എൻ്റെ രാജാവും എൻ്റെ ദൈവവുമാണ്. ആമേൻ. Have a blessed day.